അങ്ങനെ ഹീറോയിന്റെ DNA റിസൾട്ട് വന്ന് അത് അവളുടെ അച്ഛൻ തന്നെയാണെന്ന് കൺഫേം ആവുന്നു. ഉടനെ തന്നെ അവള് അവളുടെ അച്ഛനെ രക്ഷിക്കുന്നു. അതിനുശേഷം അസിസ്റ്റന്റിനോട് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനായിട്ടും പറയുന്നു. പിന്നീട് ഹീറോയിൻ ആ പിഴഞ്ഞോട് വന്ന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്റെ അച്ഛനെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ട് നീ നോക്കിക്കൊണ്ട് നിൽക്കാനോ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പൊ അവളാണെങ്കിൽ അതൊക്കെ ചോദിക്കാൻ നീ ആരാ, എന്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കാൻ നിനക്ക് ആര് അധികാരം തന്നത് എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നു. ഹീറോയിൻ ഉടനെ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നു. നീ ശരിക്കും എന്റെ മകൾ തന്നെയാണോ എന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. അതേ എന്ന് അവളും മറുപടി പറയുന്നു. അതിനുശേഷം ഇവളുടെ അച്ഛൻ പണ്ട് അവൾക്ക് കൊടുത്ത ആ ഒരു മാല അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയ മകൾ തന്നെയാണ് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ തമ്മിൽ കാണുമ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ ആവുന്നു. അപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഞങ്ങൾക്ക് ഇവിടെ വേറെ പണിയുണ്ടെന്ന് പറയുന്നു. ഉടനെ തന്നെ ഹീറോയിൻ എഴുന്നേറ്റ് വന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് നിങ്ങളാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതെന്ന് പറയുന്നു. അപ്പൊ അവന്റെ അച്ഛനോടനെ ഇത് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ഹാളാണ്, ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറയും, നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. ഉടനെ ഹീറോയിൻ ഇത് എന്റെ ഹോട്ടലാണെന്ന് പറയുന്നു.